മൃഗപ്പേടിയിൽ പടിയിറക്കം. ആഘോഷങ്ങളുടെ പൂരപ്പറമ്പുകളിൽ ആനയിടഞ്ഞു. 100ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് പരിക്ക്. പാപ്പാൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഈ അടുത്ത കാലങ്ങളിലായി എത്ര വാർത്തകളാണ് നമ്മളുടെ ചുറ്റും ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് അവസാനമുണ്ടാകുമോ? അനുഭവങ്ങളേറെയായി. കുറ്റക്കാർ നമ്മളോ അതോ മിണ്ടാപ്രാണികളോ? ജീവിതമെന്ന യാത്രയിലെ കയ്പും മധുരവും നുണഞ്ഞ് ലക്ഷ്യത്തിലേക്ക് ഓടുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹിൽസ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ മനുഷ്യർ തന്നാൽ കഴിയാത്ത ഭാരമുള്ള വസ്തുക്കൾ, അതായത് മരം പോലുള്ള വസ്തുക്കൾ കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നീക്കം ചെയ്യുവാനായിട്ട് ആനയെ ഉപയോഗിച്ചു വന്നിരുന്നു. മറ്റൊരു വസ്തുത എന്തെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ആനകൾക്ക് രാജ്യത്തിൻ്റെ ചരിത്രപരമായും പുരാണപരമായും മതപരമായും ഇതിഹാസപരമായും ധാരാളം ബന്ധമുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യയിൽ ആനകൾ ധാരാളം ചൂഷണം ചെയ്യപ്പെടുന്നത് പതിവ് കാഴ്ച തന്നെയാണ്. ഏഷ്യൻ ആനകളിൽ ബന്ദികളാക്കപ്പെട്ടിട്ടുള്ള ആനകളിൽ 20% ഇന്ത്യയിൽ തന്നെയാണ്. 1992 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം, അഥവാ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തടവിലാക്കപ്പെട്ടിട്ടുള്ള എല്ലാ മൃഗങ്ങളും വന്യമൃഗങ്ങളായി തന്നെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൂരപീഡനങ്ങൾക്ക് ഇവയെ ഇരയാക്കുന്നത്? നിബിഡമായ വനപ്രദേശങ്ങളിൽ വളരെ ശാന്തമായി ജീവിക്കുന്ന ജീവജാല വർഗ്ഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ആന. ഉത്സവങ്ങളുടെ ഭാഗമായി ആനയിടയുന്ന ചില ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുറച്ച് ദൃശ്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കലും പുതുതായി ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് ശരിക്കും നമുക്ക് വ്യക്തമാകും ഇടഞ്ഞ ഒരാന എത്ര ഭയാനകമായ രീതിയിലാണ് ആക്രമണങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇത്രയും ചിന്താശേഷിയുള്ള മനുഷ്യർ എത്ര അനുഭവങ്ങൾ കിട്ടിയിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. എന്തിനാണ് നമ്മളൊരു മിണ്ടാപ്രാണിയെ ഇത്രയധികം ദ്രോഹിക്കുന്നത്? മനസാക്ഷിയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏഷ്യയിലെ മറ്റേത് രാജ്യത്തെക്കാളിലും ആന ആക്രമണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മളുടെ കേരളം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ മലയോര മേഖലയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കാട്ടാന ആക്രമണം, വൈൽഡ് എലിഫൻ്റ് അറ്റാക്ക് ധാരാളമായി ഇപ്പോൾ കേട്ടുവരുന്നൊരു കാര്യമാണ്. വർഷാവർഷം 50 പേരോളം കാട്ടാന ആക്രമണത്താൽ മരണപ്പെടുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വനം വന്യജീവി വകുപ്പിൻ്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏകദേശം 6000ഓളം ആനകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ എല്ലാ വർഷവും 50 പേരോളം കാട്ടാന ആക്രമണത്താൽ കൊല്ലപ്പെടുകയും 1000 പേർക്കോളം പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നതായിട്ട് കണക്കുകൾ പറയപ്പെടുന്നു. കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 14 മുതൽ ഫെബ്രുവരി 19 വരെയുള്ള തീയതികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വളരെ ചുരുങ്ങിയ കാലാവധിയേ ഉള്ളൂ. 11 പേരോളം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ ഇവിടെ പിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കാട്ടിൽ കയറി പോകുമ്പോൾ പാലിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ട്. ഇപ്പം 2 വീലേഴ്സിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കാറിലും മറ്റു വാഹനങ്ങളും എല്ലാം കാട് കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകൾ നമ്മൾ പാലിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില വലിയ അപകടങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആന വഴിയരികിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വരുന്നവർ സൂചന കൊടുക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുമുണ്ട്. പക്ഷേ അതിനെ പോലും വകവയ്ക്കാതെ മുൻപോട്ട് കയറി വരുന്നവരാണ് അപകടത്തിനിരയായത്. ഇവിടെ ആരുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. അതിജീവനത്തിൻ്റെ ചേരുവകൾ ചേരുംപടി ചേർന്നാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് നമ്മുടെ ഭൂമി. കൂട്ടത്തിലൊരു ദുഃഖകരമായ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷേ എനിക്കേറെ ദുഃഖം ഉള്ളൊരു വാർത്തയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ആതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിലെ ഏഴാറ്റുമുഖത്ത് നിന്നും ഒരു കൊമ്പനെ പിടികൂടി ചികിത്സയ്ക്കായി കോടനാട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി നേരത്തെ ഇതാവാമായിരുന്നു എന്നെനിക്ക് തോന്നിയിരുന്നു. കാര്യം അതിന് നമുക്ക് കാണാം മസ്തിഷ്കത്തിൽ വളരെ ആഴത്തിൽ ആ മുറിവ്
വ്രണപ്പെടുകയും പുഴുവരിക്കുകയും ശേഷം അത് തുമ്പിക്കൈയിലേക്കും തലച്ചോറിലേക്കും ഒക്കെ ബാധിച്ച് അത് ചരിഞ്ഞു. അപ്പം വനപാലകരായിരുന്നാലും നമ്മളുടെ സർക്കാരായിരുന്നാലും ഈ മിണ്ടാപ്രാണികളോട് ചില നയങ്ങളും കാര്യങ്ങളും കുറച്ച് മുമ്പേ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. ആവാസ വ്യവസ്ഥയുടെ മാറ്റങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഭക്ഷണമില്ലായ്മ, പ്രത്യുൽപാദനശേഷി, ഊർജ്ജസ്വലത, ഗണ്യമായ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് ഇവയെല്ലാം നിയന്ത്രിക്കാൻ ശാസ്ത്രീയപരമായി പല മാർഗങ്ങളും ഉണ്ട്. ഒന്നിനെയും ചൂഷണം ചെയ്യാതെ ശാസ്ത്രീയപരമായ മാർഗങ്ങൾ വനം വകുപ്പും സർക്കാരും സ്വീകരിക്കേണ്ടതാണ്. ഭൂമിയിൽ തുല്യ അവകാശമാണ് മനുഷ്യർക്കും മൃഗങ്ങൾക്കും. ഇതെൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ചിന്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. ശാസ്ത്രീയപരമായുള്ള വന്യജീവി മാനേജ്മെൻറ്റ് പിന്തുടരുന്ന എല്ലാ രാജ്യത്തും മൃഗങ്ങളുടെ ആരോഗ്യസ്ഥിതി നിലനിർത്തുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നാട്ടിലായാലും കാട്ടിലായാലും ആനയെ മെരുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അനാവശ്യമായി അതിനെ ചൂഷണം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാലക്രമേണ ചില ആചാരങ്ങൾ അനാചാരങ്ങളാകുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ മനസാക്ഷിയുള്ളവർക്കും നോക്കി നിൽക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. യാത്രാപരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമായിരുന്നു ആന. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഹിൽസ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.